ഹായ് നമസ്കാരം. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കടന്നു വന്നിരിക്കുകയാണ്. രേണുസുധിയോട് കുറച്ച് ചോദ്യങ്ങളുമായിട്ട്. ഇന്ന് ഞാൻ രേണുസുധിയുടെ ഒരു വീഡിയോ കണ്ടു. അതുകൊണ്ട് രേണുസുധിയോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. രേണുസുധി ഇപ്പം കണ്ടിട്ട് പറയുന്നു ഒന്നുമില്ലെങ്കിലും ഞാനൊരു വിധവയല്ലേ എന്ന്. രേണുസുധി ഒരു വിധവയല്ലേ എന്ന്. അപ്പം ഇപ്പം നിങ്ങൾക്ക് വിധവയാണെന്നുള്ളൊരു സങ്കല്പമുണ്ട് അല്ലേ? ഇതിന് മുന്നേ വീഡിയോയിൽ വന്ന സമയത്തും സമൂഹത്തിൽ വന്ന് പല കോപ്രായങ്ങളും കോട്ടായങ്ങളും കാണിക്കാനിട്ട് നിങ്ങൾക്ക് വിധവ എന്നുള്ളൊരു സ്ഥാനം വേണ്ടായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് വിധവയായിട്ട് ജീവിക്കാൻ വയ്യ, നിങ്ങൾ വെള്ളസാരി എടുത്തുകൊണ്ട് നടക്കണോ, മൂലയിൽ കയറി ഇരിക്കണോ, നിങ്ങളെന്തോ എപ്പോഴും വിധവയായിട്ട് ജീവിക്കണോ എന്നാണ് ഞാൻ സമൂഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ച് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ നിന്നും നിങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടാണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു മുൻഗണന കിട്ടാണ്ട് നിങ്ങൾ അവിടെ വിധവ എന്നുള്ളൊരു പ്രയോഗം പ്രയോഗിച്ച് ആനുകൂല്യങ്ങൾ മേടിക്കാൻ നോക്കുന്നു. ഇതെന്താണ് രേണുസുധി ഇങ്ങനെയൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്നു. നിങ്ങൾ വീണ്ടും സുധി എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും യൂസ് ചെയ്യുന്നു നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി. അല്ലാത്ത സമയം നിങ്ങൾ പറയുന്നു സുധിചേട്ടൻ മരിച്ചുപോയി, ഇനി സുധിചേട്ടൻ വന്നിട്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ. ശരിയാണ്, മരിച്ചുപോയ ആൾ വന്നിട്ടല്ല ജീവിക്കുന്നത്, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിക്കേണ്ടതുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ തോറും കയറി ഇറങ്ങുമ്പോൾ അവിടെ സുധിചേട്ടൻ്റെ വിധവ എന്നുള്ളൊരു സ്ഥാനം കിട്ടുകയും അല്ലാതെ മീഡിയയിൽ വന്ന് കോപ്രായത്തങ്ങൾ കാണിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വിധവയല്ല എന്നുള്ളൊരു സ്ഥാനം നിങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഇറക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഏത് രീതിയിലാണ് കാണേണ്ടത്? ടെൽമിയാ, നിങ്ങളൊന്ന് പറയൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡേ മനസ്സിലാവുന്നില്ല രേണുസുധി. നിങ്ങൾ തന്നെ പറയും ഞങ്ങൾ എന്തായിട്ടാണ് കാണേണ്ടത്? വിധവയായിട്ട് കാണണോ, വിധവയല്ലാതെ കാണണോ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കാണണോ? സാധാരണ ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കണ ഒരു സ്ത്രീ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡയലോഗൊന്നും ഉപയോഗിക്കരുത് സമൂഹത്തിൽ. സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വാക്കേ ഉപയോഗിക്കരുത്. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കോപ്രായത്തരങ്ങളും സമൂഹത്തിൽ കാണിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. ഇത് എല്ലാത്തിനും അങ്ങോട്ട് സുധിചേട്ടനെ അങ്ങോട്ട് തള്ളിക്കയറ്റും. പിന്നീട് പറയും സുധിചേട്ടൻ്റെ വിധവ ആയിട്ട് തന്നെ എനിക്ക് അങ്ങ് ജീവിക്കണോ, ഞാൻ നാളെ ഒരു കല്യാണം കഴിക്കും, ചിലപ്പോൾ കല്യാണം കഴിച്ചില്ലെന്ന് വരും, ഞാൻ എപ്പോഴും വിധവയായിട്ട് ജീവിക്കണോ, ചില സമയത്ത് പറയും ഞാൻ വിധവയാണെന്ന്. ഇതിലെന്താണ് നിങ്ങൾ? ഞങ്ങളെന്തോ കുരങ്ങ് കളിപ്പിക്കുകയാണോ സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരെ? ചില കാര്യങ്ങൾക്ക്, ചില സ്പെസിഫിക്കായ കാര്യങ്ങൾക്ക് വിധവയുടെ സ്ഥാനവും അല്ലാത്ത കാര്യങ്ങൾക്ക് വിധവയല്ല എന്ന് കാണിക്കുകയും ഇപ്പം വിധവ എന്നുള്ള ആനുകൂല്യത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുകയും പിന്നീട് സമൂഹത്തിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് വിധവയല്ല എന്ന് പറയുകയും. സത്യത്തിൽ നിങ്ങൾ ആരാ ഊവേ? അതൊന്ന് പറയൂ, നിങ്ങൾ ആരാണ്? ഐ ഡോണ്ട് നോ. ഞങ്ങൾക്കൊക്കെ ഭ്രാന്തായി തുടങ്ങി നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ. നിങ്ങൾ ആരാണ് ഉവേ? അതാ ഞാൻ എൻ്റെ ചോദ്യം ഇപ്പം. ഓക്കെ, ഇനി ഇത് കേട്ടോണ്ട് എന്നെ പൊങ്കാലിടാൻ വരണ്ട.